പ്രശാന്ത് ശിവൻ കുറേ സമയമായി. പ്രശാന്ത് ശിവൻ നമുക്ക് പാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പം പറഞ്ഞു വന്നത് ഐശ്വര്യ പറഞ്ഞത് റെയിൽവേ ആണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ നടക്കാവ് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ മേൽപ്പാലങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള അതിന് കീഴിലാണ് ഈ മേൽപ്പാലങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ കരാറ് കേരള സർക്കാർ സ്ഥാപനമായ RBDCK അവർക്ക് പണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. റെയിൽവേയുടെ ഭാഗമെന്ന് പറയുന്നത് ഏതാണ്ട് 300-400 മീറ്റർ നീളം ഈ പാലത്തിന് വരുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ ഭാഗം എന്ന് പറയുന്നത് അതിനകത്തുള്ള 40-50 മീറ്റർ ഭാഗം മാത്രമാണ്. അതിനകത്തുള്ള 90% പണിയും പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ടാണ് RBDCKയുടെ ആളുകൾ ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് അല്ല ഒരു മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. അങ്ങനെ പോയത് പറയട്ടെ. അദ്ദേഹത്തിന്റെ അവസരമാണ്. അദ്ദേഹത്തിന്റെ അവസരമാണ്. പറയട്ടെ. ഒന്ന് പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഒക്കെ ജനാധിപത്യവും അത് തിരിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇടയിൽ കൂടെ കയറിയിട്ട് അങ്ങനെ പറയുമ്പോൾ അത് ഈ അപ്പപ്പ തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഈ ജനാധിപത്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ജനാധിപത്യം കാണിക്കാൻ അറിയാം എനിക്ക്. അതിവിടെ ഒരു വിഷയമല്ല. അയ്യോ കാണിക്കണത് കാണാണെങ്കിൽ ഏട്ടാ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കണ വേണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരം തരാം. അല്ല ഞാൻ പറയണ കേൾക്കണ വേണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരം തരാം. ഉത്തരമല്ല എന്ത് വേണ്ടെന്നുണ്ടെങ്കിൽ സഹിഷ്ണുതയോടെ ആവശ്യമില്ല. ചോദ്യം ചോദിച്ചു അതിന് മറുപടിയാണ് പറയുന്നത്. സഹിഷ്ണുത. ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. പ്ലീസ് ദയവ് ചെയ്ത് പ്ലീസ് മറുപടി പറയട്ടെ. വിയോജിപ്പുണ്ട്. ഇപ്പൊ പ്രശാന്ത് ശിവൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ വരും. അതുപോലെ നമ്മുടെ ശിവരാജേഷിനും പറയാനുണ്ടാവും. യെസ് ഓക്കെ. ഇവിടെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് പോകാനാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഈ ഒച്ചയും പെരട്ടലും കൊണ്ടൊന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ലോണം നമ്മൾ പേടിച്ചിട്ടുണ്ട്. പേടിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ഈ RBDCKക്ക് നുണ പറയലാട്ടെ. ഞാൻ ശരിക്കും പേടിച്ചിട്ടേ. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ പേടിക്കാം. നിങ്ങളുടെ ഒച്ചയിലെ കുറച്ചുകൂടെ വേണമെങ്കിൽ പേടിക്കാം. നിങ്ങൾ ഒച്ചയിട്ടതിൽ ഞാൻ നല്ലോണം പേടിച്ചിട്ട് നുണ പറയല്ല. ഒന്നുകൂടെ പേടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കുനിഞ്ഞു നിന്നിട്ട് വേണമെങ്കിൽ മുമ്പിലും മറുപടി പറയാം. അപ്പൊ ഈ RBDCKക്ക് പണം നൽകാത്തതിനാൽ പണി ചെയ്യാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ BJP ഓഫീസിലല്ല പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലൊരു യോഗം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി. അധികം മാസമൊന്നും ആയിട്ടില്ല. ആ കളക്ടറേറ്റിൽ രേഖകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അന്വേഷിച്ചറിയാം. നവംബർ മാസം 1-ാം തീയതി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ കരാർ കമ്പനി പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ എഴുതി കൊടുത്ത്? RBDCKക്ക് പൈസ സംസ്ഥാന സർക്കാർ നൽകാത്തത് കൊണ്ടാണ് ഈ പാലത്തിൻ്റെ പകുതി പണിയും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ പണിക്കാർ പണി നിർത്തിപ്പോയി എന്നുള്ളത്. ഇത് ചെയ്യാതെ കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് പറയണമെങ്കിൽ ഈ നട്ടാ മുളയ്ക്കാത്ത നുണ പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്ന അന്തം കമ്മികളൊന്നല്ല ഈ നാട്ടിലെ ജനങ്ങൾ. ഇവിടെ RBDCKക്ക് പണം നിങ്ങൾ കൊടുത്താൽ ഈ പണി പൂർത്തിയാവും. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ RBDCK എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കരാർ കമ്പനി അല്ല. ഈ സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടുള്ള കരാർ കമ്പനിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കണ്ടല്ലോ. നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ അതല്ല RBDCKക്ക് സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ.